അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഷാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അയാളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ താഴെ ഹീ പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അയാളെ കമ്പനീൻ്റെ അയാളെ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 31st March 2019. അപ്പം 31st March 2019 ഇയർ എൻഡിങ് ഡേറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പം ഇത് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ട്. പിന്നെ ഇയർ എൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? ഇയർ എൻഡിങ് 31st March 2019 ആണ് അല്ലേ? 31st March 2019 ആണ് ഇയർ എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 31st March 2019. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓർത്ത് നോക്കിയാട്ടെ, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April 2018 to 31st March 2019 ആയിരിക്കും ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ക്വസ്റ്റ്യനിൽ അവിടെ തന്നിട്ടുണ്ട് ഇയർ എൻഡിങ് ഡേറ്റ് 31st March 2019. അപ്പം ഈ കമ്പനീൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1st April 2018 മുതൽ 31st March 2019. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ഡീറ്റെയിൽ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഓൺ 1st April 2018 1 lakh അല്ലേ? ഇതാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. ക്യാപിറ്റൽ ഓൺ 1st April 2018 1 lakh rupees. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ ഡേറ്റ് ഒന്ന് ആദ്യം നോക്കിയേ. ഡേറ്റ് ഇതാണ് ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. 1st April 2018 ക്യാപിറ്റൽ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ഏതായിരിക്കും? നമ്മളെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2018 അല്ലേ? ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. അപ്പം ഇതിനെ പറയുന്നതാണ് എന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പം നമുക്ക് കിട്ടി ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh rupees. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എന്ത് പറയുന്നത്? ഈ 1 lakh rupees എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. നെക്സ്റ്റ് അവിടെ പറയുന്നത് ക്യാപിറ്റൽ ഓൺ 31st March 2019. അപ്പം ഇവിടെ 2019 എന്ന് പറയുന്ന ഈ 31st March 2019 എന്ന് പറയുന്നത് ഏതാണ്? ഇയർ എൻഡിങ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തന്ന ഡേറ്റ് നോക്കിയാൽ 31st March 2019 ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഇതേത് ക്യാപിറ്റൽ ആയിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ഈ 1,50,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 1 lakh, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 1,50,000. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. അടുത്തത് വരുന്നത് എഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ. എഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 20,000 rupees. എഡീഷണൽ ക്യാപിറ്റൽ 20,000 rupees. നെക്സ്റ്റ് വൺ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരുന്ന 8,000 rupees. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 8,000 rupees. അടുത്തത് ഡ്രോയിങ്സ് വരുന്ന അക്കൊല്ലത്തെ ഡ്രോയിങ്സ് വരുന്നത് 12,000 ആണ്. 12,000 rupees. പിന്നെ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? എത്ര വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്? 5,000. ഇനി ലാസ്റ്റ് വൺ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്. അത് വരുന്നത് 4,000. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 4,000. ഇത്രയും കാര്യം ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അതിലെ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്കിനി ആൻസർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഫോർമാറ്റ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പം ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പം ഫോർമാറ്റിൽ ആദ്യം എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇയർ എൻഡിങ് ഡേറ്റ് കൊടുക്കുക. എത്രയാണ്? 31 മാർച്ച് 2019. പിന്നെ നമുക്കറിയാം 3 കോളം വരയ്ക്കണം. ഒന്ന് പെർട്ടിക്കുലേഴ്സ്, ഇത് പെർട്ടിക്കുലേഴ്സിൻ്റെ, ഇത് എമൗണ്ട്, ഇതും എമൗണ്ട്. ഇത് പിന്നെ മെയിൻ എമൗണ്ട് കോളാണ് കേട്ടോ. ഈ ലാസ്റ്റത്തെ മെയിൻ എമൗണ്ട് കോളാണ്. അവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഒക്കെ കാണിക്കുന്നത് ഈ കോളത്തിലാണ്. അപ്പോൾ അതാണ് മെയിൻ എമൗണ്ട് കോളം. മറ്റേത് സബ് വരുന്നതിനെയാണ് ഈ നടുക്കത്തെ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫോമാറ്റ് എടുത്ത് നോക്കിയേ. ആ ഫോമാറ്റിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് ഒരു ഫോമാറ്റ് തന്നെയല്ലോ നിങ്ങൾക്ക്. അപ്പം ആ ഫോമാറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താണ്, ക്ലോസിങ് ക്യാപിറ്റൽ എടുക്കും അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 1,50,000 റുപ്പീസ്. അപ്പോൾ 1,50,000 റുപ്പീസാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. മെയിൻ കോളത്തിൽ എഴുതി 1,50,000 റുപ്പീസ്. ഓക്കെ, ഇനി അടുത്തത് എഴുതേണ്ടത് ആഡ് എന്ത് ചെയ്യണം, ഡ്രോയിങ്സ്. ക്ലോസിങ് ക്യാപിറ്റൽ ആ ഫോർമുല പ്രകാരം തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം എന്ത് ചെയ്യണം, ക്ലോസിങ് ക്യാപിറ്റൽ എഴുതണം, അതിനുശേഷം എന്ത് ചെയ്യണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 12,000 ആണ് എന്നുള്ളത്. അപ്പം ഈ ക്ലോസിങ് ക്യാപിറ്റലും ഡ്രോയിങ്സും കൂടി ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടിയ എമൗണ്ട് 1,62,000 റുപ്പീസ്. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം അല്ലേ. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഡീഷണൽ ക്യാപിറ്റൽ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണെന്നുള്ളത് 20,000 റുപ്പീസാണെന്നുള്ളത്. അതാണ് ഇവിടെ കാണിച്ചത് 20,000. അപ്പം ഇത് രണ്ടും കൂടി ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ റുപ്പീസ് വരുന്ന 1,42,000. ഓക്കെ, 1,42,000 ആണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ അകത്ത് നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആദ്യത്തെ എമൗണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇത് ഫോമാറ്റ് പ്രകാരം പോകുന്നതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 1,00,000 റുപ്പീസ്. 1,00,000. അപ്പം 1,00,000 റുപ്പീസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 42,000 ആണ്. 42,000 ആണ്. അപ്പം നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ള കാര്യമാണ്. ഇത് ഫോമാറ്റാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ട് ഫോമാറ്റ് എടുത്തതാണ്. ഇതാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ആദ്യത്തെ ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള കാര്യം ചെയ്തു, ഗ്രോസ് പ്രോഫിറ്റ് വരെ. എങ്ങനെയാണ് ചെയ്തത്, ക്ലോസിങ് ക്യാപിറ്റൽ എടുത്തു, അതിൻ്റെ ഒപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്തു, പിന്നെ എഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും അത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതുവരെയുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യണം, എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് എക്സ്പെൻസസും കാര്യങ്ങളും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ എക്സ്പെൻസസ് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് താഴെ എഴുതിയിട്ടുള്ളത്. പോസിറ്റീവ് എമൗണ്ട് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിലും നെറ്റ് ലോസാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങളിപ്പം പകുതി വരെ എത്തി. ക്ലോസിങ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് എഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു.
അപ്പം ഇതുവരെയുള്ളതാ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പെൻസസ് ലെസ്സും ചെയ്യണം, ഇൻകം ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. ഇനി എക്സ്പെൻസസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. അതെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറിൻ്റെ എമൗണ്ട് 8,000 അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് അതിന് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പം കിട്ടുന്നതാണ് ഈ 34,000 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്? ആഡ് ഇൻകം അല്ലേ? അടുത്തത് ആഡ് ഇൻകം. ഫോമാറ്റ് എടുത്ത് നോക്കിക്കറിയാഞ്ഞാൽ അറിയാം, എക്സ്പെൻസസ് ലെസ് കഴിഞ്ഞതിന് ശേഷം ഇൻകംസ് എല്ലാം ആഡ് ചെയ്യാനെന്ന്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം 2 ഇൻകം ഉള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കിക്കോ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് പ്രകാരം 2 ഐറ്റംസാണ് ഉള്ളത്. ഒന്ന് പറയുന്നത് റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് 5,000, അതായത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ഉണ്ട് 5,000 ആണ്. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, അത് 4,000 ആണ്. അപ്പം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 9,000 റുപ്പീസ് അല്ലേ? അപ്പം ഈ 9,000 നമ്മൾ എവിടെ കാണിക്കണം? ആ ഫോമാറ്റിൻ്റെ അകത്ത് കാണിക്കണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. അപ്പം അതിന് നമുക്ക് കാണിക്കാം, ആഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടെ ഇൻകം കാണിക്കാം. അപ്പം ആഡ് ഇൻകം, 2 ഇൻകം ഉള്ളത്. ഒന്നാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, അത് 5,000 കാണിച്ചു. ഉള്ളിൽ കാണിക്കണം, കാരണം 2 ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കാണിച്ച ടോട്ടൽ നമ്മളെടുത്ത് പുറമേ കോളത്തിൽ എഴുതുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അതിൻ്റെ എമൗണ്ട് വരുന്നത് 4,000 ആണ്. അപ്പം രണ്ടും കൂടി കൂട്ടുമ്പം ഇൻകം വരുന്നത് 9,000. അതെന്ത് ചെയ്തു? ഔട്ടർ കോളത്തിൽ കാണിച്ചു 9,000 എന്ന്. ഇനി എന്ത് ചെയ്യുക? അടുത്തത് ഈ 34,000ൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം? ഇൻകം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ഇത് രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് 43,000 എന്ന് പറയുന്നത്. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്, ഇക്കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം 31 മാർച്ച് 2019 അത് ഇയർ എൻഡിങ് ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ഏപ്രിൽ 2018 മുതൽ 31 മാർച്ച് 2019 ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 43,000 ആണ്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പം ആദ്യം നിങ്ങൾ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യേണ്ടിയിട്ട് പഠിക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടേക്ക് പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എന്ത് തരില്ല? ഈ ക്യാപിറ്റൽ തരുന്നുണ്ടാവില്ല, ക്ലോസിങ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ക്ലോസിങ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഈ കാര്യം വരക്കുന്നത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ പ്രിപ്പയർ ചെയ്തത് പിന്നെ നമുക്ക് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് ചെയ്തത്? പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ഇവിടെ തന്നിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ്, ഈ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? ആഡ് ഇൻകം ലെസ് എക്സ്പെൻസസ് അല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അകത്ത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ചെയ്യുക. ഇത് ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പമുള്ളത് വന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇനി അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്യാപിറ്റൽ തരില്ല. അപ്പോൾ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.